നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത പങ്കുവച്ചിരുന്നു. അതായത് ഈ കേസിൽ പൂങ്കുഴലി ചാവേറാക്കപ്പെടുന്നു എന്നുള്ളത്. പിണറായി വിജയൻ കൃത്യമായി പൂങ്കുഴലിയെ ചാവേറാക്കി എന്നുള്ള ഒരു വാർത്തയായിരുന്നു ഞാൻ പങ്കുവച്ചത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിന് പിന്നാലെ പൂങ്കുഴലിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട്, ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ച് പോസ്റ്റുകൾ പടച്ചുവിട്ടിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പൂങ്കുഴലിക്ക് തിരിച്ചടിയാകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അന്വേഷണം ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ പോലീസ് ഇപ്പോൾ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ വാക്കും കേട്ട് വേണ്ടാത്ത വയ്യാവേലി എടുത്ത് വേണ്ടാത്തടുത്ത് വെച്ച അവസ്ഥയിൽ ഇപ്പോൾ തല പുകയുകയാണ് അന്വേഷണ സംഘം ഒന്നാകെ. കാനഡയിലെ അതിജീവിത, കാനഡയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ആ അതിജീവിത കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ളത് പോലീസിനെ വലയ്ക്കുന്നു. അവർ എത്തിയില്ലെങ്കിൽ ആടപടലം പോലീസിന് അത് തിരിച്ചടിയാകും. കാരണം അവർ പരാതിയിൽ ഒപ്പിടണം. ഒപ്പിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ അത് ഈ പറയുന്ന പോലീസിനെ ബാധിക്കുന്ന വിഷയം തന്നെയാണ്. അവിടെ ആഭ്യന്തരമന്ത്രി കൈയൊഴിയും. ഇതെല്ലാം പൂങ്കുഴലിയുടെ തലയിലേക്ക് എത്തുകയും ചെയ്യും. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം പൂങ്കുഴലിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് രാഹുലിൻ്റെ വീട്ടിൽ 10-15 മിനിറ്റ് പോലീസ് ഒരു റെയ്ഡ് നടത്തിയിരുന്നല്ലോ. ആ റെയ്ഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പൂങ്കുഴലിക്ക് നേരെ ഈ രാഹുലിൻ്റെ അണികൾ, രാഹുലിൻ്റെ ഫാൻസ് ഗ്രൂപ്പുകാർ പൂങ്കുഴലിക്ക് സൈബർ ആക്രമണം നടത്തിയത്. അതായത് കിട്ടി തൊണ്ടി കിട്ടി, മൂന്നാം പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിന് മേടിച്ചു കൊടുത്ത ജെട്ടി കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് പൂങ്കുഴലിയെ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഈ കമൻറ്റുകളൊക്കെ. ഈ ജെട്ടിയും കൊണ്ട് പൂങ്കുഴലി ഒന്ന് കൊണ്ടുപോകണം, തൊണ്ടി മുതലാണ്, ഒരു തൊണ്ടി മുതലും വെറുതെ പാഴാക്കരുത് എന്നൊക്കെ പൂങ്കുഴലിയുടെ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണമായിരുന്നു നടന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് തെളിവെടുപ്പിന് വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കൂട്ടി പോകണം എന്നുള്ളതായിരുന്നു പോലീസ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ചില കോണിൽ നിന്ന് ഒരു ഉത്തരവ് കിട്ടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകണ്ട, മറിച്ച് പോലീസ് മാത്രം അവിടെ പോയി ഒരു പരിശോധന നടത്തി മടങ്ങി വരിക എന്നുള്ള ഉത്തരവ്. അതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ ജനങ്ങൾ അതിനെ വൈകാരികമായി ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുലിനെ ഭരണകൂടവും പോലീസും വേട്ടയാടുന്നു എന്നുള്ള ഒരു ചിത്രമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉറ്റ സുഹൃത്ത് ഫെനി നയനാൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അവർക്ക് മാത്രമല്ല കുടുംബമുള്ളത്, ബാക്കിയുള്ളവർക്കും ഉണ്ട് എന്ന്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അമ്മയെയും സഹോദരിയെയും ഈ CPM-ൻ്റെ സൈബർ ഗ്രൂപ്പുകളിൽ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇതുമാത്രമല്ല, അതിജീവിതമാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി മാത്രം സംസാരിക്കുമ്പോൾ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അമ്മയെയും പെങ്ങളെയും എന്തിനാണ് സൈബർ ഇടത്തിൽ വലിച്ചിട്ട് അവർക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നത്? രാഹുൽ തെറ്റുകാരനാണെങ്കിൽ അമ്മയും സഹോദരിയും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമൊക്കെ ആയിരുന്നു പലരും ഉയർത്തുന്നത്. അപ്പോൾ രാഹുലിൻ്റെ കുടുംബത്തോടും ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു വൈകാരികമായ ഒരു തലത്തിലേക്കാണ് അതിനെയും ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. രാഹുലിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോയി കഴിഞ്ഞാൽ രാഹുലും അമ്മയും തമ്മിലുള്ള ആ വൈകാരിക നിമിഷങ്ങൾ അത് രാഹുലിന് അനുകൂലമായി മാറുന്ന ഒരു തരംഗം ഉണ്ടാക്കും എന്നുള്ള പേടിയിലായിരുന്നു രാഹുലിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്താൻ കാരണം. അതായത് ഇത് ഒരു രീതിയിലും രാഹുലിന് അനുകൂലമാകരുത്. പക്ഷേ തിരുവല്ലയിൽ നടത്തിയ തെളിവെടുപ്പും പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും രാഹുൽ അയാൾക്ക് അനുകൂലമാക്കാനുള്ള വലിയ കളി കളിച്ചിരുന്നല്ലോ. അങ്ങനെ വീട്ടിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോയാൽ അതും രാഹുലിന് ഗോളാകും എന്നുള്ള ഒരു പേടി ഉള്ളതുകൊണ്ടായിരുന്നു പോലീസ് രാഹുലിനെ കൊണ്ടുപോകാതെ പോലീസ് അവിടെ പോയി ലാപ്ടോപ്പ് കണ്ടെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവിടെ എത്തിയത്. പിന്നീട് നമ്മൾ കണ്ടതാണ് പാലക്കാടേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു വിവരം തെളിവെടുപ്പിന് വേണ്ടി. എന്നാൽ അവിടെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ രാഹുലിന് അനുകൂല തരംഗമുണ്ടാകും എന്നുള്ള പേടിയിൽ അതും ഒഴിവാക്കി. രാഹുലിനെ ചോദ്യം ചെയ്യണം, തെളിവെടുപ്പിന് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് കോടതിയിൽ. 7 ദിവസമാണ് പോലീസ് ചോദിച്ചത്. പക്ഷേ 7 ദിവസം കോടതി അനുവദിച്ചു കൊടുത്തില്ല, 3 ദിവസമാണ് കൊടുത്തത്. പക്ഷേ രാഹുലിനെ ഇന്ന് 5 മണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. പക്ഷേ 5 മണി വരെ ഒന്നും കാത്തു നിൽക്കാൻ പോലീസ് തയ്യാറായില്ല. എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ടുപോയി അങ്ങ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിടാനുള്ള തിടുക്കത്തിലായിരുന്നു പോലീസ്. കാരണം പോലീസ് നടത്തുന്ന ഒരു നീക്കവും രാഹുലിന് തരിമ്പും ഏശുന്നില്ല. ഇതോടുകൂടി ഈ തങ്ങളുടെ നെഞ്ചത്തേക്കാണ് പണി വരാൻ പോകുന്നതെന്ന് പോലീസിന് വ്യക്തമായ ഘട്ടത്തിലാണ് എത്രയും പെട്ടെന്ന് ഇവനെ കൊണ്ടുപോയി അങ്ങ് കോടതിയിൽ ഹാജരാക്കിയത്. കേവലം ഒരു 10 മിനിറ്റത്തെ റെയ്ഡ് കൊണ്ട് ആ വീട്ടിൽ നിന്ന് പോലീസ് എന്താണ് ഉദ്ദേശിച്ചത്?
വേണ്ടപ്പെട്ടത് അവർ ആഗ്രഹിച്ചു പോയതൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടിയില്ല. ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തിനായിരുന്നു ഈ ഒരു റെയ്ഡ്? അത് വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടി മാത്രമാണ്. രാഹുലിനെ കസ്റ്റഡിയിൽ കിട്ടിയെങ്കിലും പോലീസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ പോലീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കാണിക്കണമല്ലോ, കോടതിയിൽ ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഒരു 10 മിനിറ്റ് ആ വീട്ടിൽ വരെ ഒന്ന് പോയത്. അമ്മയെയും സഹോദരിയെയും മാനസികമായി തളർത്താൻ മാത്രമാണ് പോലീസിന് കഴിഞ്ഞത് എന്നുള്ള ആക്ഷേപം ഇതോടെ ഉയർന്നു. അമ്മയെ ഒന്നുകൂടി കരയിപ്പിക്കാൻ മാത്രമായിരുന്നു പത്തനംതിട്ടയിൽ നിന്നുള്ള ഡിവൈഎസ്പിയും സംഘവും അവിടെ എത്തിയത്. രാഹുലിന്റെ മുറിയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഭാവത്തിലായിരുന്നു പോലീസ് അകത്ത് കയറിയത്. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം. പക്ഷേ അതൊന്നും നടന്നില്ല. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് വലിയ ഒരു തലവേദനയായി മാറിയിരിക്കുന്നു എന്നുള്ളത് കാണേണ്ടത്. അടപടലം ഇപ്പോൾ പോലീസിനെ കുടുക്കിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയും.